ബ്രോസ്റ്റർ ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ആദ്യം തന്നെ കുറച്ച് പാലൊഴിക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഈ പാലിലോട്ട് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-2.5 സ്പൂണ് വിനാഗിരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ഒരു 1-2 സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലായിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി ചേർക്കേണ്ടതില്ല, നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി മാത്രമേ ചേർക്കുള്ളൂ. ഇപ്പം മുളക് പൊടി, കാശ്മീർ ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്കിതിലേക്ക് എരിവ് ഒട്ടും വേണ്ടതില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ബ്രോസ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്കിന്നോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മൊരിമൊരി, പുറത്തുണ്ടാകുന്ന മൊരിമൊരിയൊക്കെ ഒന്നും കൂടെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇത് നമ്മളത് ഇല്ലാണ്ടാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മേടിക്കാം. സ്കിന്നോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണുമ്പോഴേക്കും. ഇനി ഇതൊരു 6 മണിക്കൂർ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് എടുത്ത ഉടനെ തന്നെ നമുക്ക് ബ്രോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഇത് എടുക്കുമ്പോഴേക്കും വേറൊരു കൂട്ടും കാരണം ഉണ്ടാക്കാനുണ്ട്. അത് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഒരു 6 മണിക്കൂർ ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മൈദ എടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മൈദ ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 2-2.5 ടീസ്പൂണൊക്കെ, നമ്മൾ ചിക്കൻ എടുക്കുന്ന അളവിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് നമ്മൾ ബാക്കിയുള്ള ഇതെല്ലാം ചേരുവയെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ എടുത്ത ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അളവിലേക്ക് ആവശ്യമായിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ തണുപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1 മണിക്കൂർ മുന്നേയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു തണുത്ത വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ശേഷം നമുക്ക് അല്പം മൈദ എടുക്കാം.
അതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്ത് ഈ മിക്സിയിൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് പീസുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം കുറച്ച് അങ്ങോട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ മിക്സ് തയ്യാറാക്കുന്നത് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് മിക്സ് തയ്യാറാക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടൊരു വെള്ളമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്ത് ഈ മിക്സ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളർ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ഒരു സമയം നോക്കിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.